സ്വയം തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ ഈ അമ്പലത്തിൽ കഴിഞ്ഞിട്ട്, അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് പോകുന്ന ഇവിടുത്തെ യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം ഇവിടുന്ന് വാങ്ങുന്ന ഐസ്, ഇവിടുന്ന് വാങ്ങുന്ന ഓക്കെ, ഇവിടുന്ന് വാങ്ങുന്ന ലേസ്, അതിന്റെ എല്ലാം പാക്കറ്റ് ഈ മുറ്റത്ത് എറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും അവിടെ നിവേദ്യം സമർപ്പിച്ചിട്ടും അവിടെ വഴിപാട് സമർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അമ്മയെ അപമാനിച്ചിട്ട് ഈ അമ്മ ബാക്കിയെല്ലാം സ്വന്തം നെഞ്ചോട് ചേർക്കും. ഭൂമിദേവിയുടെ പ്രത്യേകത, നമ്മൾ എന്ത് മാലിന്യമിട്ടാലും ഭൂമി തന്നോട് ചേർക്കും. അതിന്റെ തെളിവാണ് ഒരു 10-30 കൊല്ലമായിട്ടുള്ളൂ നമ്മളെ നാട്ടിലെല്ലാം കക്കൂസ് വന്നിട്ടല്ലേ? സത്യല്ലേ? ഒരു 40 കൊല്ലം മുമ്പുള്ള ഒരു 50-60 വയസ്സുള്ള ആളോട് ചോദിച്ചു നോക്കൂ, അവരെല്ലാം ബാല്യത്തിൽ എവിടെയായിരുന്നു കക്കൂസ്? തൈക്കുണ്ടിലും കുണ്ടടയിലും ആയിരുന്നില്ലേ മൂലധന നിക്ഷേപം? അല്ലേ? അന്ന് ഈ തൈക്കുണ്ടിലും കുണ്ടടയിലുള്ള ആ മാലിന്യം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? അത് മുഴുവൻ മണ്ണ് തന്റേതാക്കി മാറ്റിയില്ലേ? അന്നത്തെ കാലത്ത് തെങ്ങിന് നല്ല തേങ്ങയുണ്ടായിരുന്നു ഈ തൈക്കുണ്ട് പോകുന്നതുകൊണ്ട്. ഇന്ന് അത് പോയി കക്കൂസ് വന്നപ്പോ തേങ്ങയും കുറഞ്ഞു, മണ്ടരിയും കൂടി. അല്ലേ? തേങ്ങയും കുറഞ്ഞു, മണ്ടരിയും കൂടി. മണ്ണിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഉർവരതയാണ്. എല്ലാം തന്നിലേക്ക് ആവാഹിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മണ്ണിലേക്ക് ചേർക്കാൻ പറ്റാത്ത ഒരു ഭീകരമായ രാക്ഷസൻ ആണ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പ്ലാസ്റ്റിക് സഞ്ചിയും പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റുകളും ഈ മണ്ണിലേക്ക് വലിച്ചെറിയുകയോ അല്ലെ കത്തിച്ചിട്ട് അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന ഭീകരന്മാരാണ്. ഗാസയിലെ ഭീകരന്മാരെക്കാൾ, തീവ്രവാദികളെക്കാൾ ഭീകരന്മാർ അടുത്ത തലമുറയെ അടക്കം നശിപ്പിക്കുന്ന ഭീകരന്മാരായിട്ട് അവരെ പരിഗണിക്കണം. അതാണ് പ്രജ്ഞാപരാധം. ഈ മണ്ണും നമ്മളും തമ്മിൽ ചേരണം. ഈ ചേരുന്നതിൽ നിന്ന് പുറകോട്ട് പോയ കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടിയാൽ എന്താവും? പുഴയിലെയും തോട്ടിലെയും കടലിലെയും വെള്ളം ബാഷ്പീകരിച്ചു കൂടി. ബാഷ്പീകരണം കൂടുമ്പോ ഈ വെള്ളം മുഴുവൻ ആകാശത്ത് പോയാൽ അവിടെ സ്റ്റോക്ക് ചെയ്യാൻ വേറെ സംവിധാനമൊന്നും ഇല്ലല്ലോ. മേലോട്ട് പോയതെല്ലാം താഴോട്ട് വരണ്ടേ? മേലോട്ട് പോയതെല്ലാം താഴോട്ട് വരണല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ബാഷ്പീകരണം കൂടുമ്പോ കൂടുതൽ മഴ കൂടും, മേഘസ്ഫോടന മഴയുണ്ടാകും.